ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിങ്ങനെ പഴയ നിയമത്തിലെ ഒരു ഭാഗമാണ് എനിക്ക് ഇന്ന് അച്ഛനോട് ചോദിക്കാൻ ആദ്യം ഓർമ്മ വരുന്നത്. അപ്പോൾ അതായത് കായേനോട് കർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിൻ്റെ സഹോദരൻ എവിടെ? അപ്പം മറുപടി ചോദിച്ചത് ഇങ്ങനെയാണ്, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലരുടെയും കാവൽക്കാരാണ് ശരിക്കും. ആ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഒക്കെ ഉണ്ടാകുന്നത്. എനിക്ക് തോന്നുന്നു ഒരു ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും അല്ലെങ്കിൽ ഒരു മകൻ മകൾ ഇവർക്കൊക്കെ ഈ ഒരു കാവലാളാകാനുള്ള റോള് ഭയങ്കര ശക്തമാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം നമ്മൾ ആരുടെയൊക്കെയാണ് ശരിക്കും ഒരു കാവലാവേണ്ടത്? ആർക്കൊക്കെയാണ് കാവൽക്കാരാവേണ്ടത്? ഈ ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആദം ഹവ്വ നിങ്ങൾ ഉടമസ്ഥരല്ല സൂക്ഷിപ്പുകാരാണ്. ഏതെന്ന് തോട്ടത്തിൻ്റെ കാവൽക്കാരാണ്, നിങ്ങൾ ഉടമസ്ഥരല്ല സൂക്ഷിപ്പുകാരാണ്. അതുകൊണ്ടാണ് ലെബനീസ് മിസ്റ്റിക്കായ ഖലീൽ ജിബ്രാൻ പ്രവാചകൻ എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായ ദൈവം അയച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ. അമ്പിനെയും വില്ലിനെയും വില്ലാളി സ്നേഹിക്കുന്നു. അപ്പോൾ വെറും ഒരു കുറേ നാളത്തെ സൂക്ഷിപ്പുകാരുമാണ്. ആവനാലിലെ അമ്പ് പോലെ വെച്ചുകൊണ്ടിരിക്കാനേ പറ്റൂ ഈ പേരൻസിന്, മക്കളെ ആണേലും. നമ്മൾ സൂക്ഷിപ്പുകാരും കാവൽക്കാരും അതിനപ്പുറത്തേക്ക് നമ്മളൊന്നും അല്ല എന്നൊരു ചിന്ത എല്ലായിടത്തും ഉണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ് കുടുംബത്തിൽ കാവൽക്കാരാവുക. ഉദാഹരണം, വിവാഹമെന്ന ജീവിതത്തിലൂടെ ഒരു സ്ത്രീയെ പുരുഷൻ സ്വീകരിക്കുമ്പോൾ, സ്ത്രീ പുരുഷനെ സ്വീകരിക്കുമ്പോൾ ആ നിമിഷം മുതൽ അവൻ അവളുടെ കാവൽക്കാരനാണ്, അവൾ അവൻ്റെ കാവൽക്കാരിയാണ്. ഇത്രയും നാൾ അപ്പനമ്മമാർ അവളെ കാത്തു, ഇന്നത് വിട്ടു ഇവൻ്റെ കാവലിലേക്ക് വന്നു. ഇതുവരെ പേരൻസാണ് അവനെ കാത്തത്, പക്ഷേ ഇനി അവളുടെ കയ്യിലാണ് ഇവൻ. അതുകൊണ്ടാണ് ഒരു മേജർ ഓപ്പറേഷൻ ഭർത്താവിന് വന്നാൽ ഒപ്പിട്ട് കൊടുക്കുന്ന അപ്പനും അമ്മയും അല്ല, ഭാര്യയാണ്. സ്ത്രീക്കൊരു മേജർ ട്രീറ്റ്മെൻറ്റ് വന്നാൽ ഒപ്പിട്ട് കൊടുക്കേണ്ടത് ഭർത്താവാണ്. കാരണം കാവൽ കൈമാറി, ഇനി ഉത്തരവാദിത്വം അവനവൻ എനിക്ക്, അവിടെ മേൽ എനിക്ക്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്ന് പറയാം. മിനിമം ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ പോലും നോമിനി എങ്ങനെയാണല്ലോ? അല്ല, ഒന്നുമല്ല. എല്ലാത്തിനും നമ്മൾ ഈ ആളിലേക്ക് മാറി. അതാണൊരു സമ്പൂർണ്ണമായൊരു പരസ്യനടൽ അവിടെ വന്നു കഴിഞ്ഞു. പിന്നെ ഈ കുടുംബത്തിൻ്റെ പോറലേക്കുന്ന കാവലിന് മങ്ങൽ വരുമ്പോഴാണ് കാവൽക്കാരനാകേണ്ടവനും കൊലയാളിയായിട്ട് മാറുന്നുണ്ട്. പത്രങ്ങളിൽ കാണും, കാവൽക്കാരി ആകേണ്ടവൾ കെട്ടിയവനെ വെട്ടി നുറുക്കി സൂട്ട് കേസിൽ വെക്കുന്നുണ്ട്. അങ്ങനെയാണ് ബന്ധങ്ങൾ അങ്ങ് തകർന്നു പോവുക. അപ്പോൾ അവിടെ കാവൽക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സമയത്തും തോന്നണം. അതിൻ്റെ പ്രധാനപ്പെട്ടതാണ്, ഭർത്താവിന് ഒരു മനപ്രയാസം വന്നാൽ ഭാര്യ നിഴലുപോലെ കൂടെ ഇരിക്കണം. അവന് ഒരു രോഗം വന്നാൽ കൂടെ ഇരിക്കണം, എന്തിനു വേദനും. അപ്പം ഭാര്യയ്ക്കൊരു ക്ഷീണം വന്നാൽ ഭർത്താവ് കാവലിരിക്കണം. ഭാര്യയ്ക്ക് ജലദോഷവും പനിയൊക്കെ വന്ന് കടന്ന് 2 ദിവസം കെട്ടിയവന് അവധി എടുത്ത് കൂടെ ഇരിക്കുക. ഭാര്യ ചോദിക്കുന്നു, എൻ്റെ പൊന്നു മനുഷ്യ, ഇത്രയും കൊച്ചു കാര്യത്തിന് എടുക്കണോ? ഇതിനൊക്കെ വലിയ കാര്യം വരുമ്പോൾ എന്നെ എടുക്കും. അപ്പോൾ അവൻ്റെ മറുപടി, ഇതിനേക്കാൾ വലിയ കാര്യം എന്നാ അറിയുള്ളത്? ഏറ്റവും വലുത് നീയാണ്. അവിടെയാണ് കാവലിൻ്റെ ഉറപ്പ് അവൾക്ക് കിട്ടുക. അതുപോലെ ഭർത്താവിന് ക്ഷീണത്തിലോ പ്രയാസത്തിലോ കൂടെ ഇരുന്ന് ആശ്വാസപ്പെടുത്തുമ്പോൾ അവനും കിട്ടും ഒരു, ഇവളെൻ്റെ കാവലാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ മറക്കാൻ പറ്റുമല്ല. അപ്പോൾ എനിക്ക് പുറത്ത് പോയ പെട്ടെന്ന് വീട്ടിൽ വരാൻ തോന്നും, കാരണം എന്നെ കാത്തൊരാളിപ്പോൾ. ഉൽപ്പത്തിയിൽ ദൂർത്തപുത്രം വരാൻ കാരണം കാത്തിരിക്കുന്ന അപ്പനാണ്. നമ്മൾ സ്നേഹം നമ്മളെ കൊണ്ട് 2 കാര്യം ചെയ്യിപ്പിക്കും. സ്നേഹം കാത്തിരിക്കാൻ നിർബന്ധിക്കും, കരയിപ്പിക്കും. ഇത് രണ്ടും സ്നേഹം ചെയ്യുന്നതാണ്. അപ്പം കരയിപ്പിക്കും. ലാസറിൻ്റെ ആങ്ങളെ മരിച്ചപ്പോൾ ഭർത്താവ് മറിയും കരഞ്ഞു, സ്നേഹം കരയിപ്പിക്കും. ദൂർത്തപുത്രൻ്റെ അപ്പൻ നിന്ന് കാത്തിരും. ഈ 2 കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഭർത്താവ് എവിടെ പോയിച്ച് വരുമ്പോഴും ഭാര്യ കാത്തിരിക്കുന്ന പോലെ തോന്നും. ഭർത്താവിന് തോന്നുന്നു ഇവളെന്നെ കാത്തിരിക്കുന്നു. അപ്പം ഭർത്താവിനൊരു ക്ഷീണം വന്നാൽ ഭാര്യ കരഞ്ഞു പോവും, ഭാര്യയ്ക്ക് നമ്പരം വന്നാൽ ഭർത്താവും കരഞ്ഞു പോവും. അല്ലെ, കരഞ്ഞു പോകണം. കരഞ്ഞില്ലെങ്കിൽ യഥാർത്ഥ ദമ്പതികളല്ല. അപ്പോൾ കാവലിൻ്റെ ഒരു കുറവുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഇരിപ്പ് ഒരു പ്രധാനപ്പെട്ട. അപ്പം ഭാര്യ പുറത്ത് പോയിട്ട് തിരിച്ച് ഒരു ഉച്ച കഴിഞ്ഞ് വന്നു. അതുപോലെ ഭർത്താവ് ഇങ്ങനെ വാതിൽ നോക്കിയിരിക്കുന്ന പോലെ ഭാര്യയ്ക്ക് തോന്നണം. വരുന്ന പോലെ, എൻ്റെ ഏടി നീ വരുന്നെല്ലാം പറയാം, എനിക്ക് എന്നാ ഒരു പ്രശ്നമായിരുന്നു, വണ്ടി കിട്ടിയായിരുന്നോ, നിൽക്കുകയായിരുന്നു, ഇരിക്കുമായിരുന്നോ, കമ്പി വെച്ച് ആരും നിൽക്കുകയായിരുന്നോ, വല്ല അവന്മാരും വല്ലതും ജീവപറ്റ ചെയ്തോടി, ഭാഗ്യം
ഒരു പരിക്കില്ല. നീ ഇല്ലാത്ത വീട് എൻ്റെ ഏടി ഒരു ശവക്കോട്ട പോലെ. നീ വന്നപ്പോഴാണ് ഒരു അനകം വന്നത്. പക്ഷെ ചില ആളുകൾ പറയും നീ ഇല്ലാത്ത വീട് ശവക്കോട്ട പോലെ, നീ വന്നപ്പോഴാണ് ശവം വന്ന് കയറിയത്. ആ രീതി പറയുമ്പോഴത്തേക്ക് കാവിൽ പോയി. അതുപോലെ ഭാര്യയോട്, ഭർത്താവിനോട് ഭാര്യ, എൻ്റെ പൊന്നു മനുഷ്യ ഇങ്ങനെ എപ്പോഴാണ് വരുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. വരുന്നത് വരെ എന്നാ ടെൻഷൻ, നെഞ്ചത് തീയായിരുന്നു. കണ്ടപ്പോഴാണ് ശാന്തമായത്. സത്യം പറഞ്ഞാൽ കണ്ടപ്പോഴാണ് തീ കത്തിയത്. എന്നാലും പറയരുത്, ഈ രീതിയിലേ പറയാവുള്ളൂ. അപ്പം തമ്മിൽ സംസാരം പെരുമാറ്റത്തിലൊക്കെ കാവലായിരിക്കുക. അല്ല, എത്ര ബഹളം ഉണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഭർത്താക്കന്മാരൊക്കെ ദൂരെ എവിടെയെങ്കിലൊക്കെ പോകുമ്പം ഭാര്യമാർക്കൊരു എത്തുമ്പോഴാണ് ഒരു ആശ്വാസം. അത് ശരിക്കും നമ്മൾ ഈ പുറമേ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അകമേ ഒരു കാത്തിരിപ്പുള്ളതാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ മക്കൾക്കും ഒരു കാവലാളാകേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? തീർച്ചയായിട്ടും മക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് ഈ മക്കളുടെ കാവൽക്കാരാണ് മാതാപിതാക്കൾ. കാരണം മക്കൾ സ്വന്തം എന്ന് പറയാൻ പറ്റിയല്ലോ. നിശ്ചിത പ്രായം കഴിയുമ്പം പക്ഷിക്ക് പപ്പും തൂലും മുളയ്ക്കുമ്പം അത് പറന്നു പോകും. അതുപോലെ മക്കളും പറന്നു പോകും. പക്ഷെ പറക്കുന്ന കാലം വരെ സുരക്ഷിതമായി അവരെ കാക്കേണ്ടത് അപ്പനാണ്, അമ്മയാണ്. ഒരു സെക്യൂരിറ്റി ബോധം കൊടുത്ത് കൂടെ നിന്ന് കാത്തു കൊടുക്കണം. അപ്പോൾ ആ കാവല് കിട്ടാതെ മക്കൾ പേടിച്ചു പോകും. ഉദാഹരണം, എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും മത നേതാവാണെങ്കിലും സമുദായ നേതാവാണെങ്കിലും കൊടുക്കേണ്ട സമയത്ത് ഉള്ള കാവൽ മക്കൾ കൊടുത്തില്ലെങ്കിൽ വലിയവരുടെ മക്കൾ പഴിച്ചു പോകും. പലരും എന്തും ഇത്രയും നല്ല മനുഷ്യൻ എങ്ങനെയാണ് ഇങ്ങനെ മക്കളുണ്ടായെന്ന് ചോദിക്കും. മനുഷ്യൻ്റെ കുഴപ്പമല്ല, ഈ കാവൽ കൊടുക്കാൻ പറ്റിയില്ല ആ സമയത്തെ. അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനും രക്ഷിക്കാനും വേണ്ടി പേരൻസ് ഗൾഫിൽ വിദേശങ്ങളിൽ ജോലിക്ക് പോകും. പക്ഷേ ആ മക്കൾക്ക് വളർന്നു വരുമ്പോൾ സ്നേഹമില്ല ഇവരോട്. കാരണം ആദ്യത്തെ ഒരു 8-10 വയസ്സിൽ കിട്ടേണ്ട കാവൽ കിട്ടിയിട്ടില്ല, കുറച്ച് കാശേ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുകയില്ല. എന്തുകൊണ്ടാണ് അപ്പനേക്കാൾ അമ്മയോട് സ്നേഹം? അമ്മയുടെ മുലപ്പാൽ കുടിച്ചാൽ ഒരു കുഞ്ഞ് വളർന്ന് എപ്പോഴും കെട്ടിപ്പിടിക്കുന്ന ചൂഴഴിയുന്ന അമ്മയുടെ അത് ആ കാവൽ മുഴുവൻ കിട്ടിയത് രാത്രിയിൽ കൂടെ കിടത്തിയ അമ്മയാണ്. അപ്പം നമുക്ക് വൈകാരികമായ ഒരു അറ്റാച്ച്മെൻറ്റ് വരും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കും തൊട്ടതിനും പിടിച്ചതിനും കുറ്റം പറയുകയും വഴക്ക് പറയുകയും ബഹളം വെക്കുകയും ചെയ്യാതെ അവർക്കും തോന്നണം ഞങ്ങൾക്കൊരു കാവലാളുണ്ട്. അതല്ലേ തിരുക്കുടുംബം. യോസേപ്പ് പിതാവ് കാവൽക്കാരനാണ്, മറിയത്തിൻ്റെ യേശുവിൻ്റെയും കാവൽക്കാരനാണ്. ഒരപ്പൻ നല്ല കാവൽക്കാരനായപ്പോൾ ഒരു സാധാരണ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറി. നമ്മുടെയും കുടുംബം മാറുന്നത് അങ്ങനെ നല്ല കാവലുള്ള അപ്പനും അമ്മയാകുമ്പോൾ. പക്ഷെ ചിലർ ഈ കാവൽക്കാരെന്ന് അതിനേക്കാൾ ഉപരി ഞങ്ങളാണ് സൃഷ്ടിച്ചതെന്നുള്ളൊരു ധാർഷ്ട്യത്തിൽ ചിലപ്പോൾ മക്കളെ ഡീൽ ചെയ്യുന്ന കണ്ടാറില്ലേ? സത്യം പറഞ്ഞാൽ അത് നമുക്കൊരു ശരിക്കും ഒരു വാണിംഗ് അല്ലേ? നമ്മൾ കാവൽക്കാർ മാത്രമാണ് എന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അതെ, അത് ശ്രദ്ധിക്കാം. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ് വരും. ഞാൻ സർവാധികാരി, പരമാധികാരി ഞാനാണ്, വേറെ ആരും എനിക്ക് പ്രശ്നമില്ല, ഞാനില്ലേ കാണാം. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലക്സ് ഉള്ളവരുണ്ടേ. അപ്പോൾ അവരാണ് സർവാധിപതി ഞാൻ, ബാക്കിയുള്ളവർക്ക് ചുമ്മാ അടിമകൾ, ഞാൻ തീരുമാനിക്കും, ഞാൻ ഏകാധിപതി. അങ്ങനെയുണ്ട്. ചിലർക്ക് ഈ അത് പെണ്ണുങ്ങൾക്കുണ്ട് അത് കോഴിപ്പൂവും കോംപ്ലക്സാണ്. ഇത്ര വെച്ച് കഴിയുമ്പോൾ കൊക്കോ ഒച്ചയും വെച്ച് നടക്കുക. ഒരു കൊച്ചു കാര്യമൊന്നും ചെയ്തിട്ട് കോഴിപ്പൂവിൻ്റെ ബഹളമോ ഭയങ്കര ഒച്ചയും ബഹളവും വെച്ച് നടക്കുക. അപ്പം ഇങ്ങനെയുള്ളവർ കാവലിൽ നിന്ന് മാറും. മാറിയിട്ട് പിന്നെ അവർ വലിയ കാര്യസ്ഥരും നടത്തിപ്പുകാരും അധികാരിയായിട്ട് മാറും. അപ്പോൾ ആ ദൈവശിക്ഷയുടെ ലക്ഷ്യം മാറും. പിന്നെയും ഉണ്ടല്ലോ നമുക്ക് വീട് കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ മക്കളും ഭാര്യ ഭർത്താവും തന്നെയല്ലല്ലോ, നമ്മുടെ മാതാപിതാക്കളെ ഒക്കെയും സംരക്ഷിക്കേണ്ടവർ നമ്മൾ തന്നെയല്ലേ? അത് ശരിക്കും മക്കൾ കണ്ടുപിടിക്കുന്ന ഒരു കാര്യവും കൂടിയാണ്. അതെ അതെ. അതുകൊണ്ടാണ് പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട് 24 മുതൽ, നല്ല കാലത്തോളം ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. നല്ല കാലത്തോളം ഈ ഭൂമി ജീവിക്കാൻ അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പന് ബഹുമാനം കൊടുക്കണം, അമ്മയ്ക്ക് സ്നേഹവും കൊടുക്കണം. അത് മക്കളുടെ വലിയൊരു കടമയാണ് ജീവിതത്തിൽ. അപ്പോൾ ആ ഒരു നമ്മളെ വളർത്തി, ഞാൻ പറയും എത്രയോ നാൾ ഉറക്കളച്ച് ക്ഷീണിച്ചിരുന്ന ഒരു 3-4 വയസ്സ് വരെ കുഞ്ഞുങ്ങളെയൊക്കെ അമ്മ വളർത്തുന്നതും അപ്പൻ നോക്കിയതും ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വാർദ്ധക്യത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി നിൽക്കണം. ഞാൻ ഈശോ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞെങ്കിൽ 1000 വട്ടം അമ്മ അത് പറഞ്ഞ് പഠിപ്പിച്ചതാണ് നമ്മളെ കുഞ്ഞുനാളിലെ. നമ്മൾ പിച്ച വെച്ച് നടക്കുമ്പോൾ വീഴാതിരിക്കുന്ന നിഴൽ പോലെ കൂടെ നടന്നിട്ടുണ്ട് അമ്മ ഇങ്ങനെയുള്ളവർ. അപ്പോൾ അവരുടെ വാർദ്ധക്യത്തിൽ ക്ഷീണത്തിൽ പ്രത്യേകമായ കരുതൽ കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു വലിയ കടമയാണ്. അപ്പം നമ്മൾ കൊടുക്കുന്ന കരുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം ചെറുപ്പക്കാർ ദമ്പതിമാർ അപ്പനമ്മമാർക്ക് കൊടുക്കുന്ന കരുതൽ മക്കൾ കാണും, പെരുമാറ്റ രീതി കാണും. അപ്പം ഒരു ഭാഗ്യമായിട്ട് അപ്പനും അമ്മയും ചെറുപ്പക്കാർ കപ്പിൾസ് കണ്ടാൽ മകൾക്ക് തോന്നും അപ്പനും അമ്മയും ഭാഗ്യമാണ്. അപ്പോൾ ഒരു വീട്ടിൽ 75 വയസ്സുള്ള വലിയപ്പൻ
ചാരികസേരി കാരുന്നിരുന്ന് പത്രം വായിക്കും. 6 വയസ്സുള്ള പേരക്കുട്ടി പറഞ്ഞു, വല്യപ്പ കണ്ണട ഊരിയിട്ട് കണ്ണൊന്നടയ്ക്കാവും. വല്യപ്പ പറഞ്ഞു, പത്രവായന കഴിഞ്ഞിട്ടുള്ള കണ്ണടയ്ക്കാം. കളിക്കാനാണ്. വായന കഴിഞ്ഞാൽ പറയാം. അരമണിക്കൂർ വായിച്ചു, കണ്ണട ഊരി വെച്ചു, വാടാ ഇനി കളിക്കാം. അവൻ മടി കയറിയിരുന്നു. വല്യപ്പൻ്റെ മുഖത്തോടെ കൈ ഓടിച്ചു, കണ്ണെ പിടിച്ച് തിരുമി. ശരിക്കും അടഞ്ഞല്ലേ അടഞ്ഞപ്പോൾ ഇനി ഞങ്ങളുടെ വീട്ടിൽ സമാധാനമായി എന്ന് രാത്രി കിടക്കാൻ നേരത്ത് മമ്മി ഡാഡിയോട് പറഞ്ഞേക്കാം, വല്യപ്പൻ്റെ കണ്ണടഞ്ഞാൽ ഈ വീട്ടിൽ സമാധാനം ഉണ്ടാവും. അപ്പം നമ്മുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടെന്ന് പേരൻസ് ഓർക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ക്രൈസ്തവ ചിന്തയിൽ അല്ലെങ്കിൽ സഭാമൂല്യങ്ങളും ഒക്കെ മാതാപിതാക്കൾ എന്ത് പറയുന്നു അത് അതുപോലെ തന്നെ ഫോളോ ചെയ്താണ് കുഞ്ഞുമക്കളെല്ലാം വളരുന്നത്. അപ്പോൾ ഒരു വീട്ടൊരു കുരിശുവര പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയോടുകൂടി നിർവഹിക്കപ്പെടണമെങ്കിൽ ആദ്യകാലത്ത് മാതാപിതാക്കൾ തന്നെ വേണമല്ലോ ചിന്തിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വ്യക്തികളുടെ മാത്രമല്ലാതെ ഇങ്ങനത്തെ കുറേ മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും നമ്മൾ വരുന്ന വിശ്വാസത്തിൻ്റെയും ഒക്കെയും കൂടെ കാവലാകാനുള്ളൊരു ക്ഷണം ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റോളിനെ കുറിച്ച് നമ്മുടെ കുടുംബജീവിതം ഒരു റിലേ ഓട്ടമാണ്. ഒരു 400 മീറ്റർ ഓട്ടം റിലേ. 100 മീറ്റർ വെച്ച് ഓരോരുത്തരും ഓടുക. അടുത്ത ആൾക്ക് ബാറ്റൻ കൈമാറുന്നു. എല്ലാവരും കൃത്യമായിട്ട് ഓടിയാൽ ലക്ഷ്യത്തിലെത്തി സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ പർദീസായിൽ ആദ്യ മാതാപിതാക്കൾ ഓടി. അങ്ങനെ ഓടി കാലങ്ങൾ കഴിഞ്ഞപ്പം അബ്രഹാമിലും സാറായിലും എത്തി, ഇസഹാക്കിലും റബേക്കായിലും എത്തി, യാക്കോബിലും ലേശിയിലും എത്തി, യോസേഫിലും മറിയത്തിലും എത്തി. ഇങ്ങനെ എത്തി വന്നപ്പോൾ ഇന്ന് നമ്മുടെ അപ്പനമ്മമാരിലെത്തി നിൽക്കുകയാണ്. ആരുടെ ഓട്ടം അടുത്തവർ കൈമാറും. 2023 വർഷങ്ങളായിട്ട് സഭ ഓടുന്നു. മക്കളിനെ കാര്യം പറയുമ്പോൾ പത്രോസും യോഹന്നാൻ ഉത്ഥാനത്തിന് ഓടിയ ആ ഓട്ടം ഇന്ന് ഓടുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വിശ്വാസപരമായ അമ്മ മുലപ്പാലിനൊപ്പം കൊടുത്തു, അപ്പൻ സ്വത്തിനൊപ്പം കൊടുത്തു. അങ്ങനെ കൊടുത്ത് കൈമാറി ചെയ്യുമ്പോഴാണ് ക്രൈസ്തവ മൂല്യമുള്ള കുടുംബങ്ങൾ ഉണ്ടാവുക. ചിലപ്പം മതം മാറി കെട്ടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില സമയത്ത് ഈ കാരണന്മാർക്ക് ടെൻഷൻ വരാൻ കാരണം ഞങ്ങളുടെ ബാറ്റൻ കൈമാരിൽ എന്തോ പാളിച്ച വന്നു പോയല്ലോ, അല്ലാണ്ട് തെറ്റിനകത്തൊരു പാപമോ ആര് ചിന്തയല്ല, ഞങ്ങൾ കൊടുത്തില്ലല്ലോ, തെറ്റിപ്പോയാൽ. അപ്പം മക്കളൊന്ന് ഉഴപ്പി സഭയിൽ നിന്ന് വിട്ടുപോയാൽ കാരണന്മാർക്ക് നൊമ്പരം, ഞങ്ങളുടെ ഓട്ടത്തിൻ്റെ ബാറ്റൻ കൈമാറ്റം ശരിയായില്ലല്ലോ. അപ്പോൾ അതുപോലെ സന്ധ്യാപ്രാർത്ഥനയുടെ ബാറ്റൻ, കുമ്പസാരത്തിൻ്റെ, കുർബാനയുടെ, ധ്യാനത്തിൻ്റെ, ബൈബിൾ വായനയുടെ ഒക്കെ പാരമ്പര്യം മക്കളിലേക്ക് കൈമാറ്റം ചെയ്യണം അപ്പനമ്മമാർ. അപ്പം ഇത് നമ്മൾ ഇന്ന് സ്വന്തമല്ല, ഒരു കടവിലെ വെള്ളമാണ്. ഇപ്പോൾ ഉദാഹരണം 2023 ഓഗസ്റ്റ് 5-ാം തീയതി ശനിയാഴ്ച അച്ഛനായ ഞാൻ അർപ്പിച്ച കുർബാന ഇന്നല്ലാത്തിനും കണ്ടുപിടിച്ചിരുന്ന ചെല്ലുന്നതല്ല. 100 വർഷം മുമ്പ് ഇതേ കുർബാനയുണ്ട്. AD 900-ലുണ്ട്, AD 500-ലുണ്ട്, AD 33-ലുണ്ട്. ആദ്യത്തെ രാത്രി പെസഹായുടെ. ഇതൊരു കടവിലെ വെള്ളമാണ്. അന്ന് സിയോൻ ശാലയിൽ നിന്ന് ഒഴുകിയ ആ വെള്ളം ഒഴുകി ഇപ്പോൾ ഈ കടവിലെത്തിയിരിക്കുന്നു. ഈ കടവിൽ വിഷം കലക്കി നമ്മൾ നശിപ്പിക്കല്ല, നമ്മളിത് ഒഴുകാൻ അനുവദിക്കണം. 2100-ലെ ഒരു തലമുറയ്ക്കും ഇതുണ്ടാകണം. അപ്പോൾ ആ ബാറ്റനോട്ടം കൈമാറ്റം ഒരു ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ഓർക്കണം. ഏൽപ്പിച്ച കാലം ഭംഗിയായിട്ട് നോക്കി ഞാൻ തീർത്ത് പോകണം. അത് കുടുംബത്തിന് വലിയൊരു ബലമാണ്. അത് തലമുറകളുടെ ബലമാണ്. മക്കൾക്കുമൊക്കെ നല്ലൊരു ശക്തിക്ക് കാരണമായിട്ട് മാറും. അല്ല, ഞാൻ നല്ല ഓട്ടം ഓടി എന്ന് പറയാൻ പറ്റണം അല്ലേ, നീതിയുടെ കിരീടം വാങ്ങിക്കാൻ അല്ലേ എല്ലാവർക്കും കാവലായിട്ട്. അപ്പോൾ ഞാൻ ഇതിനോട് ചേർന്ന് വേറൊരു ചോദ്യം, നമ്മളിങ്ങനെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഭയുടെ മൂല്യങ്ങൾക്കൊക്കെ കാവലാകാറുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാറിയൊരു ചോദ്യമാണ്, നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ, പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വിവാഹ ജീവിതത്തിന് മുമ്പുണ്ട്, അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിന് ശേഷവും ഭർത്താവിനൊരു വലിയ സ്വപ്നമുണ്ട്, ഭാര്യയ്ക്കൊരു വലിയ സ്വപ്നമുണ്ട്. ചിലപ്പോൾ അത് കലയുടെ കാര്യത്തിലായിരിക്കാം, വല്ല കഴിവിൻ്റെ കാര്യത്തിലായിരിക്കാം, ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു സ്വപ്നത്തോടെ എങ്ങനത്തെ ഒരു മനോഭാവമാണ് ഈ പരസ്പരം പുലർത്തേണ്ടത്? കാരണം നാളെ വീട് വിട്ടിറങ്ങി 15 കൊല്ലത്തേക്ക് വീട്ടിലേക്ക് ഇല്ലാത്ത സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കൂടെ നിൽക്കാൻ പറ്റിയെന്ന് വരികയില്ല. പക്ഷേ എങ്കിലും പരസ്പരമുള്ളൊരു സപ്പോർട്ടാണ് ഈ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു സ്വപ്നം നമുക്ക് എവിടെ വരെ കാണാം? അതിനെങ്ങനെയാണ് ഒരു കാവൽ നമ്മളാകേണ്ടത്? കുടുംബജീവിതം ആരംഭിക്കുമ്പം ഒരു നല്ല കുടുംബം ഭദ്രമാക്കി കൊണ്ടുപോകാനുള്ള ഒരു സ്വപ്നമാണ് ഭർത്താവിൻ്റെതെങ്കിൽ, എനിക്കിഷ്ടമില്ലെങ്കിലും ഭാര്യ അതിനോട് സഹകരിച്ച് ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് ഭർത്താവിനെ പ്രേരിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്കും വീടും പൊതു നന്മ വരുന്ന ചില കാര്യമാണെങ്കിൽ. അതേ സമയത്ത്
പൊതുവായ നന്മ വരുന്നതല്ല, അറിയാണ്ട് മാത്രം ഒരു ഇഷ്ടം. അതിനകത്തൂടെ ഒരു സ്വപ്നമേ ഉള്ളൂ, ജിമ്മിൽ പോയി ഇങ്ങനെ മസിൽ വളർത്തി കൊണ്ടുവരിക. അത് അർത്ഥമുള്ള സ്വപ്നമല്ല. ഒരു കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പം ഒരു സ്വപ്നമുണ്ട്, എക്സ്ട്രാ വർക്ക് ചെയ്തും പൈസ ഉണ്ടാക്കി ഒരു നല്ല പെരയുണ്ടാക്കി ഒരു നല്ല വണ്ടി ഉണ്ടാക്കി അല്പം ഭൂമി ഉണ്ടാക്കുന്നത്, അത് കൂട്ടായ സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങൾക്ക് നമ്മൾ മറ്റേത് പിന്നെ ഇഷ്ടം പോലെ ചെയ്തോട്ട് വെക്കാമെന്ന്. അതുപോലെ ഭാര്യ, അപ്പം ഭാര്യയ്ക്ക് ഒരു ഭയങ്കര സ്വപ്നം, എനിക്ക് ഭരതനാട്യക്കാരിയായി ഡാൻസ് കളിച്ച് ലോകം മുഴുവൻ അങ്ങ് പോകണം, ഭർത്താവോ കുഞ്ഞുങ്ങളോ ഒക്കെ അത് നിങ്ങളുടെ ലോകം, എൻ്റെ സ്വപ്നം. അതിന് വലിയ വില കൊടുക്കാൻ പറ്റുമല്ല. അത് ഡാൻസ് കളിക്കാം, ഒപ്പം കുടുംബവും ഒക്കെ നോക്കുന്ന രീതിയിലുള്ള സിനിമാ നടികൾ അവരുടെ വീടും കുടുംബവും നോക്കിക്കൊണ്ടല്ലേ അവരുടെ കാര്യങ്ങളെ. ഭാര്യയിലുള്ള സ്വപ്നങ്ങൾക്ക് നമ്മൾ കൂട്ടി നിൽക്കണം. പിന്നെ അവൾ ഒരു സ്വപ്നം എനിക്കൊന്ന് പഠിച്ച് നേഴ്സിംഗ് ഒന്നുകൂടെ പൂർത്തിയാക്കി പുറത്ത് പോയി കാശ് മേടിക്കണം. അത് അവൾക്ക് വേൾഡ് ബാങ്ക് ഇടാൻ വേണ്ടിയല്ല, ഭർത്താവിൻ്റെയും മക്കളുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള സ്വപ്നമാണ്. അപ്പം അങ്ങനെ പൊതുനന്മ വരുന്ന സ്വപ്നങ്ങൾക്ക് കൂടെ നിൽക്കണം. അവിടെ ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിലും പൊതു നന്മ ഓർത്ത് ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം. ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും കുടുംബത്തിൻ്റെ പൊതുനന്മ ഓർത്ത് ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം. നമ്മൾ കുറച്ച് ത്യാഗങ്ങളൊക്കെ വെക്കേണ്ടി വരും, കുറച്ച് സുഖങ്ങളൊക്കെ ത്യജിക്കേണ്ടി വരും, ചിലപ്പം കാണാതിരിക്കേണ്ടി വരും, വിട്ടുവീഴ്ച എത്തേണ്ടി വരും. എങ്കിലും കോമൺ ഗോൾ നല്ലതാകുമ്പോഴത്തേക്ക് അത് നമ്മളത് രീതി കാണണം. ഇനി ഞാൻ ഇപ്പോഴത്തെ ഈ പുതിയ കുട്ടികൾ പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ വരിക. ഓരോരുത്തരെ കാണുമ്പോൾ ഈ കല്യാണം കഴിക്കാനൊക്കെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒരു വൈബില്ല അവനെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെ അവളെ കണ്ടിട്ട് അങ്ങനെ ഒരു വൈബ് ഫീൽ ചെയ്യുന്നില്ല. അച്ഛൻ കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? അല്ല, പലപ്പോഴും ഈ കുടുംബജീവിതം ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പല വ്യത്യസ്തമായ കാര്യങ്ങളുണ്ടെങ്കിലും ഒരാൾ തന്നെയാണ് കൂടെ എപ്പോഴും ഉള്ളത്, എല്ലാം കണ്ടുകൊണ്ട് കുറച്ച് സമയത്ത് ബോറടിക്കുന്ന ഒരു ഫീലിങ്ങും ഇടയ്ക്കിടയ്ക്ക് കുടുംബജീവിതത്തിൽ വരാറുണ്ട്. ഒരു വൈബ് നഷ്ടപ്പെടുന്ന ഫീലിംഗ് പലർക്കും. അപ്പോൾ എങ്ങനെ ഒരു ക്രിയാത്മകമായിട്ട് പല കാര്യങ്ങളും നമുക്കൊന്ന് കുടുംബത്തിൽ ആഡ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ? അതായത് ഇങ്ങനെ ഒരു ബോറടി ഫീൽ ചെയ്യുന്ന കാലത്ത് അത് മാറ്റാനുള്ള കുറച്ച് ടിപ്സ് കൂടെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടണം. വൈബ് എന്നൊക്കെ പറയുന്നതിനൊരു മൂലപദം വരുന്നത് ലൈഫ്, ജീവനാണ്. അപ്പം കണ്ടിട്ട് ജീവൻ തോന്നുന്നില്ല, അപ്പം ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട് ചിലപ്പോൾ. പക്ഷെ ചിലപ്പം വളരെ ഡ്രൈ ആയിട്ട് തോന്നുന്ന ആളിൽ വളരെ ഊർജ്ജത്തിൻ്റെ സ്രോതസ് മറികടപ്പുണ്ട്. അതൊരു നല്ല ഉറവ വരുന്നിടത്ത് ചെറിയ കല്ലിരുന്നാൽ ബ്ലോക്കാണ്. കല്ല് മാറുമ്പോൾ ഉറവ അങ്ങോട്ട് ഒഴുകി അങ്ങ് പോകും. ഇതുപോലെ ചിലപ്പം ചില ആൾക്കാർ നമുക്കങ്ങനെ തോന്നിയാലും ഉള്ളിലതുണ്ട്. പിന്നെ നമ്മൾ ജീവിതം നമ്മളാണ് ഉണ്ടാക്കേണ്ടതേ, ചുണയാക്കേണ്ടത്. എത്ര നല്ല ജീവിതവും തടത്തി കളയാനായിട്ട് നമുക്ക് പറ്റും, ചുമ്മാ ഉഴപ്പി നശിപ്പിച്ച് കളയാൻ. എത്ര ബോറായ ജീവിതവും കഠിനാധ്വാനം വഴി വളർത്താൻ പറ്റും. ഓരോരോ മേഖല കണ്ടറിഞ്ഞ് അത് വളർത്തിയെടുത്ത് നമുക്ക് വലുതാക്കാനും പറ്റും ജീവിതങ്ങൾ. രണ്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലാണ് ഇത്. ലൈവ്ലി ആണോ അതോ ബോറടി ആണോ എന്ന് ചോദിക്കുന്ന പോലെ. അല്പം ബഹളവും. നമ്മൾ സ്റ്റാച്ചുവോ റോബോട്ട്സോ അല്ല ഇങ്ങനെ ട്യൂൺ ചെയ്യുന്ന പാവ പോലെ കളിക്കാൻ. പല കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഓക്കെ. പക്ഷേ അതുകൊണ്ട് അത് അന്ത്യമല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ വളരണം. ഒരാൾ വളരെ ഡ്രൈ ആണോ ജീവനുള്ള ആളാക്കാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം. ഒത്തിരി ബോറടിക്കിടയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോമഡി നമ്മൾ കണ്ടെത്തണം, അല്ലെങ്കിൽ അത് ട്രാജഡിയായിട്ട് ജീവിതം മാറും. അത് നമ്മൾ തന്നെ കഠിന എവിടെയാണോ ആവശ്യം അവിടെ വേണ്ടുന്ന ചീലിട്ട് നമ്മൾ കയറിപ്പോകണം, എങ്കിലേ ഉയരാൻ പറ്റും. അതിനാണല്ലോ കുടുംബജീവിതം ഒരു കലയാണെന്ന് അച്ഛൻ എപ്പോഴും പറയുന്നത്. സംഭവം ഇതൊരു കലയാണ്, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൻ്റെ ഒരു കല. അതുപോലെ തന്നെ ഈ പേരൻറ്റിങ് ഇന്ന് ഭയങ്കര ബിസി പേരൻറ്റിങ് ആണല്ലോ. പേരൻസ് എല്ലാം ഭയങ്കര ബിസിയാണ്. അപ്പോൾ ഈ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒരു ക്രിയാത്മകമായ ഒരു പേരൻറ്റിങ്ങും നമുക്ക് ആവശ്യമല്ലേ ശരിക്കും? അല്ലാതെ പഴയ ഒരു രീതിയിൽ ഒന്നും, അതായത് വളരെ കുറച്ച് സമയമേ കാണുള്ളൂ, വളരെ സ്മാർട്ട് ടൈമും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സ്പെൻഡ് ചെയ്യുന്ന സമയം 10 മിനിറ്റേ ഉള്ളെങ്കിലും അത് വളരെ മനോഹരമായിട്ട് ക്രിയാത്മകമായിട്ട് സ്പെൻഡ് ചെയ്യുക മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഉള്ളൂ. നമ്മളൊരു ഓഫീസ് ജോലിയും കഴിഞ്ഞ് അടുത്ത് വരുന്ന പേരൻസ് ആണെന്ന് വരില്ലേ, വന്നേച്ച് ഒരു ഗുളിയും കഴിഞ്ഞ് ചായയും കുടിച്ചിട്ട് വീണ്ടും ടി വിയിൽ നിന്ന് പോയിരിക്കരുത്. ഇടയ്ക്കിരിക്കാം, പക്ഷെ എന്നാലും ഊന്നൽ കൊടുക്കേണ്ടത് മക്കൾക്ക് സമയം കൊടുക്കാനാണ്. ഏത് സമയം ടെലിഫോൺ നോക്കുന്ന അപ്പനാകരുത്, എപ്പോഴും മൊബൈലിൽ പോകുന്ന അമ്മയാകരുത്. അവരെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടും, കൊടുക്കേണ്ട ഫോർമേഷൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തുമില്ല. നമ്മൾ അത്യാവശ്യ കാര്യം നോക്കി അതിനുശേഷം മിഠായും കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യണം. കാണണം, നോക്കണം, അറിയണം. പക്ഷേ നമ്മളിപ്പം എപ്പോഴും പോകുന്ന നോക്കി നമ്മൾ വിദേശകാര്യ സെക്രട്ടറി ഒന്നും അല്ലല്ലോ. അത്യാവശ്യമില്ലാത്തത് വിടണം. ഒരു പത്രം എടുത്തു കഴിഞ്ഞാൽ
ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, നമ്മൾ കളിക്കാനൊന്നും പോകുന്നില്ലോ. ജയിച്ച തലക്കെട്ട് കളിക്കുന്നവർ അവരും പോലെ കളിക്കട്ടെ. മൂല്യങ്ങൾക്ക് സമയം കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് ഒരു എഡിറ്റോറിയൽ വായിക്കണം, അത് മൂല്യമാണ്. മറ്റുള്ളതൊക്കെ ചുമ്മാ വാർത്തകളാണ്, വണ്ടി ഇടിച്ച് പിടിച്ചു, അത് നമ്മൾ ചുമ്മാ ഈ വേസ്റ്റ് ന്യൂസുകളാണ്. അപ്പോൾ നമ്മൾ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ വന്നിട്ട് ദിവസം കിട്ടിയ വാട്സാപ്പിൽ മുഴുവൻ മറുപടി ഒന്നും കൊടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ അമ്മ കമ്പനി അയക്കും, അത്യാവശ്യപ്പെട്ടത് കൊടുത്തു, കാര്യം നടന്നു, തീർന്നു. പിന്നെ നമ്മുടെ ടൈം എൻ്റെ കെട്ടിയവന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, എൻ്റെ കാരണന്മാർക്ക് വേണ്ടി. അപ്പം അങ്ങനെയുള്ള ഒരു പ്രയോറിറ്റി, മുൻഗണനാക്രമം ജീവിത ടൈം ടേബിളിൽ നമ്മൾ കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പം ഒത്തിരി കൂടെ വൈബ്രൻ്റായിട്ട് നമ്മുടെ ഫാമിലി ലൈഫ് മാറും. അല്ലേ, നമുക്ക് വൈബുള്ളൊരു കുടുംബജീവിതം ഉണ്ടാകാനുള്ള സാധ്യത അപ്പോൾ ഉണ്ട്. അപ്പോൾ എനിക്കുള്ള മറുപടിയും കിട്ടി. അപ്പോൾ ഇന്ന് എന്തായാലും ആ ഒരു കാവലാളാകാനുള്ള അച്ഛൻ്റെ ആ ഒരു ആഹ്വാനം എന്തായാലും ഞങ്ങൾ പ്രേക്ഷകരെല്ലാവരും വളരെ കാര്യമായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. എനിക്കും ഒത്തിരി സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.